അങ്ങനെയുണ്ട് വെള്ളം? വെള്ളം നല്ല അടിപൊളിയല്ലേ, നല്ല കളറൊക്കെ പോയി. ഇവിടെ വെള്ളം മോശം കാരണം ടാങ്കിലേക്ക് വെള്ളം കയറ്റാറില്ല കേട്ടോ. ഇത് ഇവിടെ അടിച്ചു വെച്ചിട്ട് കുറച്ച് നേരെ വെള്ളം ഉണ്ടേക്കാണ്. ഇതാണ് വെള്ളത്തിന്റെ അവസ്ഥ കേട്ടാ. ഇത്രയും അയാണ് ഈ വെള്ളത്തിലുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി കട്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് വരുമ്പോ നല്ല വെള്ളം കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നേ നമ്മളെ വീടിന് അടുത്ത് തന്നെ കേട്ടാ പരിപാടി. 1 കിലോമീറ്റർ അകലുള്ളൂ. അപ്പൊ നമ്മ 1354 സിലിണ്ടർ ഇട്ട് വെക്കണം. 1354 ടാറ്റയുടെ സിലിണ്ടർ ഉണ്ട് നമുക്ക്. അപ്പേ ഇവിടുത്തെ വെള്ളം ഇതിന്റെ അവസ്ഥ. ഇപ്പൊ നമ്മ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടിയ വെള്ളമാണ്. നമ്മളെ ചേട്ടനുണ്ട്, ചേട്ടനെ കൊടുക്കാം. ഇതാണ് നമ്മളെ വെള്ളം. നമുക്ക് ഇത്രയും ചേഞ്ചിങ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് വെള്ളം? വെള്ളം നല്ല അടിപൊളിയല്ലേ, നല്ല കളറൊക്കെ പോയി. ഇത്രയും കാലം ഇതിന് ഉപയോഗിച്ചായിരുന്നു അല്ലെ? വെള്ള ഷർട്ടും നമ്മ ഇതൊന്നും അലക്കാനും ഉപയോഗിക്കാറില്ല അല്ലെ? എങ്ങനെയുണ്ട് ഇപ്പൊ വെള്ളം? നല്ല എല്ലാം മെയിനായിട്ട് കുടിക്കാൻ കിട്ടിയെങ്കിൽ അലക്കാൻ പറ്റുമല്ലോ. നമുക്ക് കുടിക്കാനുള്ളതാക്കാം. നമുക്ക് പ്യൂരിഫയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനുള്ളതാക്കാട്ടാ. അപ്പൊ നമ്മ ഇവിടെ വെസൽ ഫിൽറ്റർ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മ ഒരു RO ഫിൽറ്ററും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. 2090 എന്ന് പറഞ്ഞിട്ടുള്ള അക്കോ 2090 എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടാ. 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു RO ഫിൽറ്റർ ഉണ്ട് വെച്ചിട്ടുള്ളൂ. ഫുള്ള് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ആദ്യത്തെ ടാങ്ക് നിറയാറായിട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കണ്ട. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം. ബൈ.